ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിലെ ചില ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇതൊരു വരിക്കപ്ലാവാണ്. നിറയെ ചക്ക പിടിച്ചിട്ടുണ്ട് ഇത്തവണ. ഇത് നല്ല മധുരമാണ്. ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ ചക്കകൾ എല്ലാം പഴുപ്പിച്ച് കഴിക്കാറാണുള്ളത്. ഇത് ഞങ്ങളുടെ പാഷൻ ഫ്രൂട്ട് പടർന്ന് കിടക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഞങ്ങളുടെ നെല്ലിമരത്തിലോട്ടാണ് പടർന്ന് കിടക്കുന്നത്. നിറച്ചും പാഷൻ ഫ്രൂട്ടുണ്ട്. അങ്ങനെ കാണത്തില്ല ഇതിലെ പാഷൻ ഫ്രൂട്ട്സ് എല്ലാം. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ നന്നായിട്ട് സൂം ചെയ്താലേ കാണാൻ പറ്റൂ. ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു മുള്ളാത്ത തൈയാണ്. ഇതൊരു തൈയാണ്. ഇത് പൂ പിടിച്ച് വരുന്നേ ഉള്ളൂ. ഇതിനകത്ത് കായായിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഇത്തവണ പൂത്തതാണ് ഈ മുള്ളാത്ത. പക്ഷേ ഇത് കുറച്ച് പഴക്കമുള്ളൊരു പ്ലാന്റാണ്. ഇതിൽ കായ പിടിച്ചു. ഇതിലൊരു മുള്ളാത്തയാണ്. ഇത് ഏകദേശം പാകമായി നിൽക്കുകയാണ്. പറിക്കാറായി. അപ്പോൾ അതധികം താമസിക്കാതെ പറിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടായത്. ഇത് നല്ല മധുരമുള്ള ഫ്രൂട്ട് തന്നെയാണ്. ഞങ്ങളുടെ ഈ മുള്ളാത്തയ്ക്ക് നല്ല മധുരമുള്ളതാണ്. ഇത് ഏകദേശം ഒരു 5-6 വർഷം പഴക്കമുള്ളൊരു മരമാണിത്. ഇതിനകത്ത് നിറയെ കായൊന്നും പിടിച്ചിട്ടില്ല, എപ്പോഴും പൂക്കും. ഇതൊരു ലെമൺ വൈനാണ്. ഇത് ഞങ്ങൾ വാങ്ങിച്ച് വെച്ചതാണ്. ഇത് ഫസ്റ്റ് ടൈം കായ്ക്കുക ഈ ലെമൺ വൈന്. ലാണ് ഇത് നട്ടേക്കുന്നത്. നിറച്ചും പൂത്ത്. ഇതിനെ കാ പിടിച്ചതിനേക്കാൾ ഞങ്ങൾക്ക് രസം ഇത് പൂത്ത് നിന്നപ്പോൾ കാണാനായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ഇത് പൂത്ത സമയത്ത് കാണാനായിട്ട്. ഇത് നിറച്ചും കായായിട്ടുണ്ട്. പക്ഷെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയത്തില്ല. ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണിത്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഇത് ടെറസിലോട്ട് തന്നെ പടർന്ന് കിടക്കുന്ന പാഷൻ ഫ്രൂട്ട്സാണ്. നമുക്ക് താഴെ നിന്ന് കുട്ടികൾക്ക് വേണേലും പറിക്കാവുന്ന ഈ പാഷൻ ഫ്രൂട്ട് നിൽക്കുന്നത്. ഇനി ഈ നെല്ലിയുടെ ഇടയിലേക്ക് പടർന്ന പാഷൻ ഫ്രൂട്ടുകളെല്ലാം അതിൻ്റെ ഇടയിൽ പഴുത്ത് ധാരാളം കിടപ്പുണ്ട്. പറിക്കാൻ പാടാം. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉടങ്കൊല്ലി മുളക് അല്ലെങ്കിൽ ഉണ്ടമുളക്, നല്ല എരിയുള്ള മുളകാണ്. നല്ല രസമാണ്, ഭംഗിയാണ് കാണാൻ. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാത്ത കുറേ ഫ്രൂട്ട് പ്ലാന്റുകൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. വിവിധ തരം ചെറികളുണ്ട്, പേരകളുണ്ട്, പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞ ചെടിയുണ്ട്, റംബൂട്ടാൻസ് ഉണ്ട്, മൾബറീസ് ഉണ്ട്, പനിനീർ ചാമ്പയുണ്ട്. ഒത്തിരി ഫ്രൂട്ട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ കായ്ക്കാറായിട്ടില്ല. എല്ലാം ഇങ്ങനെ കായ്ക്കാറായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. പിന്നെ ഈ വീഡിയോയിൽ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടായിരുന്നെന്നോ ഇത് എത്രമാത്രം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നോ എനിക്കറിയത്തില്ല. കാര്യം ഞാനത്ര പ്രൊഫഷണലായിട്ടുള്ള ആളൊന്നുമല്ല. വളരെ കോമൺ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ ഒരു മെൻ്റൽ റിലാക്സേഷനും എൻ്റെ ഒരു ഹാപ്പിനെസ്സിനും വേണ്ടി ചെയ്യുന്ന വീഡിയോസാണിത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.